സ്തുതിക്കുകയും കർത്താവിന് വാഴ്ത്തുക ചെയ്യുന്നു. പ്രിയ കർത്താവിന്റെ ദാസൻ റോയി ബേബി പാസ്റ്ററോട് ഒരുമിച്ച് ഇന്ന് പകലിൽ ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല വിലപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമാവിന്റെ വലിയ സാന്നിധ്യ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, നമ്മൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ദൈവസാന്നിധ്യം അത് അനുഭവിച്ചറിയാൻ കഴിയും. മറ്റു ഇടങ്ങളിൽ ഇരിക്കുന്നതിനേക്കാൾ ദൈവത്തോട് കൂടി ഇരിക്കുന്നത്, ഞാനിവിടെ ആ ടൈറ്റിൽ നോക്കിയപ്പോൾ ദിനവും യേശുവിന്റെ കൂടെ എപ്പോഴും, അതാണ് ഏറ്റവും ഭാഗ്യകരമായ പ്രത്യാശ. എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ അപ്പുറം വേറെ ഒന്നുമില്ല. കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന, ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ രാവിലെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ഹാനോക്കിനെ കുറിച്ച്. ഹാനോക്കാണ് ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ ചെലവഴിച്ച ഒരു മനുഷ്യൻ പഴയ നിയമത്തിലെ. 365 വർഷം നോക്കിയാവും. 365 വർഷം അവൻ ദൈവത്തോടു കൂടെ നടന്നു എഴുതിയിരിക്കണം. ഇവിടെ ഇപ്പം നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. ഈ 365 ദിവസത്തിൽ എത്ര ദിവസം യേശുവിനോട് കൂടെ നടക്കാൻ കഴിയും? 365 വർഷം വേണ്ട, 365 ദിവസത്തില് എത്ര ദിവസം പലർക്കും യേശുവിനോട് കൂടെ ഇരിപ്പാനോ നടപ്പാനോ കഴിയും? അവൻ സ്വതന്ത്രം. ഇതൊക്കെ വലിയൊരു കാര്യം, വലിയൊരു ഭാഗ്യമാണ്. കർത്താവിനോട് കൂടെ ഈ ഭൂമിയിൽ ദിനവും നമ്മളായിരിക്കുമ്പോൾ, അപ്പൊ നമ്മൾ ഓർക്കും അപ്പൊ ജോലിയൊന്നും വേണ്ട, മറ്റുള്ള നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഒന്ന് പോകണ്ടേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതല്ല. നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പോകുമ്പോഴും എവിടെയായിരുന്നാലും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു തലമായിരിക്കും. അതാ യേശുവിനോട് കൂടെ എന്നുള്ള തലം. എപ്പോഴും ഉറക്കത്തിൽ പോലും ദൈവസാന്നിധ്യം അനുഭവിക്കണം. അതൊരു ഭക്തന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അവൻ ഉറങ്ങുമ്പോഴും ദൈവസാന്നിധ്യം. അപ്പൊ അവനോട് കർത്താവ് സംസാരിക്കും, ദർശനങ്ങൾ കൊടുക്കും, വെളിപ്പാടുകൾ കൊടുക്കും, സ്വപ്നങ്ങളെ കൊടുക്കും. ഈ ഭക്തന്മാരൊക്കെ ആകെ സ്വപ്നങ്ങളുണ്ട്. ഇവിടെ കർത്താവിന്റെ ദാസൻ ദാനിയേലിനെ കുറിച്ചൊക്കെ പഠിക്കാൻ അവര് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആഴങ്ങളിലേക്ക് ഇറങ്ങി വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതൊക്കെ അവർ പ്രാർത്ഥിക്കുമ്പോഴാണ് കിട്ടുന്നത്. അവര് കിടന്നുറങ്ങുമ്പോഴൊക്കെ അവർക്ക് സ്വർഗീയ ദർശനങ്ങളെ കൊടുക്കുക. ആ സ്വർഗീയ ദർശനം ഒരുപക്ഷെ ഭൂമിയെക്കുറിച്ചോ രാജാക്കന്മാരെ കുറിച്ചോ ആ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് ആ ദർശനങ്ങൾ, ആ സ്വപ്നങ്ങളൊക്കെ കൊടുക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആഴമേറിയ ദർശനങ്ങൾ തരും, വെളിപ്പാടുകൾ നൽകി തരും. ഒരുപക്ഷെ നമ്മുടെ ആ പരിസ്ഥിതിയെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച് പോലും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. എത്ര പേര് അത് തിരിച്ചറിയുന്നെന്നറിയില്ല. ഒരുപക്ഷെ സ്വപ്നത്തിൽ കൂടി ആയിരിക്കും സംസാരിക്കുന്നത്. അത് സാധാ ഒരു സ്വപ്നമാണെന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അതിനെ മറന്നു കളയുമ്പോൾ, അതിന് വേണ്ടത്ര അതിനുള്ള ആ വില കൊടുക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ പല നഷ്ടങ്ങളും സംഭവിക്കുക. ഒരുപക്ഷെ നമ്മുടെ പാർക്കുന്ന ദേശത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഒരു ഭക്തന്റെ ദൈവാത്മാവ് കാണിക്കും, സ്വപ്നത്തിൽ കൂടി ആയിരിക്കാം, അതിന്റെ അടയാള സഹിതം കാണിക്കാം. പക്ഷെ നമ്മൾ എത്രത്തോളം അതിന് വില കൊടുത്ത് അതിന് മേൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നുണ്ട്. അപ്പൊ തയ്യാറാകാത്തപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ആ തലങ്ങളൊക്കെ മാറ്റിവിടുക. ഈ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ തനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുമ്പോൾ താൻ വെൺമാടത്തിൽ കയറി. അവിടെ ഒരു കടൽ തീരത്തുള്ള ഒരു ഭവനത്തിലാണ് പത്രോസ് ചെല്ലുന്നത്. അപ്പൊ തനിക്ക് വിശക്കുന്നുണ്ടെന്ന് അവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ഈ പത്രോസിന് ആഹാരം ആ ഭവനക്കാർ ക്രമീകരിക്കേണ്ട സമയത്ത് അവൻ മാളിക മുകളിൽ കയറി, വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു വ്യക്തമായ ഒരു റിയൽ അവൻ ഒരു ദർശനം കൊടുക്കുകയാണ്. അത് വെറുതെ ഒരു ദർശനമല്ല കൊടുക്കുന്നത്, ക്ലാരിറ്റി ഉള്ള ദർശനം എന്ന് പറയുന്നത്. പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുക? സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു കൊട്ട ഇറങ്ങി വരിക. അതിൻ്റെ അകത്ത് ലോകത്തുള്ള എല്ലാവിധമായിരിക്കുന്ന ഇഴജാതികളും മൃഗങ്ങൾ ഇതൊക്കെയുണ്ട്, സകലതും ഉണ്ട്. അപ്പൊ ഈ കൊട്ടയിലുള്ള ഈ കിടക്കുന്ന എല്ലാ മൃഗങ്ങളെയും പത്രോസ് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ദൈവം സംസാരിക്കുക, പത്രോസെ നീ ഇത് അറുത്ത് ഭക്ഷിക്കുക. പത്രോസ് പറയുക, ഞാൻ മലിനമായിരിക്കുന്നത് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം എന്ത് ചെയ്തു? ഈ കണ്ട ദർശനം അതുപോലെ തന്നെ ഉയരത്തിലെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. വീണ്ടും കാണിച്ചു. 2 or 3 പ്രാവശ്യമൊക്കെ ഈ ദർശനം കാണിക്കുമ്പോഴും പത്രോസിനെ അതിന്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നു, വെളിപ്പാടൊന്നും മനസ്സിലാകത്തില്ല. അപ്പൊ ദൈവം കർത്താവ് ഒരു കാര്യം പത്രോസിനോട് വ്യക്തമായി പറഞ്ഞു, പത്രോസെ ഞാൻ ഇതിനെ ശുദ്ധീകരിച്ചതാ. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ എന്ത് ചെയ്യരുത്? മലിനമെന്ന് എണ്ണരുത്. നീ ഇത് അറുത്ത് ഭക്ഷിക്കാൻ പറയുമ്പോഴും പത്രോസിന് അതിനോടുള്ള ആ ദർശനത്തോട്, ആ കാണിച്ച ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ പത്രോസിന് പലപ്പോഴും വരാൻ പറ്റാതെ വരികയാണ്. സംഭവിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, വലിയൊരു ശക്തമായ ഒരു ദൈവിക
ഒരു വെളിപ്പാട്, ഒരു ദർശനമോ ആണ് അവിടെ കൊടുത്തത്, ഒരു സ്വപ്നമാണ് കൊടുത്തത്. ഭാവിയിൽ തന്റെ ശുശ്രൂഷ സംബന്ധിച്ച് വെളിപ്പെടേണ്ടതും താൻ യാത്ര ചെയ്യേണ്ടതും താൻ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ അവൻ പോകേണ്ടതായിരിക്കുന്ന ശക്തമായ ഒരു ശുശ്രൂഷയുടെ ഒരു ദർശനം തന്നെയാണ് കൊടുത്തത്. പക്ഷെ പത്രോസ് അത് എന്ത് ചെയ്യുക, പലപ്പോഴും അതിന് വേണ്ടതായിരിക്കുന്ന ആഴങ്ങളിലേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും പത്രോസ് ഈ പൗലോസ് 3 മിഷണറി യാത്ര ചെയ്തപ്പോഴും പൗലോസിന്റെ ആ ശുശ്രൂഷ ഒരു തലത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി. ഞാൻ ആ ഒരു ചിന്ത പറയുന്നു മകന്. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ ചിലത് കാണിക്കും, ദൈവാത്മാവ് ചിലത് നമ്മോട് സംസാരിക്കും. അതിനോട് നമ്മൾ പ്രതികരിക്കുവാൻ തയ്യാറാകുന്നതിൽ ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷ പോലും പല മേഖലകളിൽ എന്ത് ഒതുക്കപ്പെടും. കാരണം പലപ്പോഴും അത് പത്രോസിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിത് പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ശക്തമായി പ്രാർത്ഥിച്ചാൽ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടും. ഞാൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തില് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു ഭാഗമുണ്ട്. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 1-ന്റെ 4 ഞാനത് വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇത് തന്റെ ആ ശിഷ്യന്മാരോട് പ്രിയപ്പെട്ടവരോട് പറഞ്ഞൊരു വാഗ്ദത്തമാണ്. ഞാൻ പോകും, അവൻ എന്നോട് കേട്ട പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ വീണ്ടും ദൈവാത്മാവ് പറയും, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം കർത്താവ് അവരോട് ശിഷ്യന്മാരോട് പറയാ, ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവർ ആരോഹണം ചെയ്യും. കർത്താവ് ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മാറി. അവൻ പോകുന്ന നേരം ആകാശത്തിലേക്ക് ഉറ്റു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അവിടെ ഒരു പ്രത്യേക ഈ ദൂതന്മാർ പറയുന്ന ഒരു വാക്ക് ഇതാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. നോക്കി, ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് അവരുടെ മുമ്പിൽ എന്ത് ചെയ്ത് ആരോഹണം ചെയ്തു, മേഘത്തിൽ അവൻ കയറിപ്പോയി. വീണ്ടും അവരെന്ത് ചെയ്യുക, ആകാശത്തേക്ക് നോക്കി നിൽക്കുക. അപ്പം ദൂതന്മാര് ഒരു വാണിംഗ് കൊടുക്കുക, ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല, ആകാശത്തിലേക്ക് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവൻ സ്വപ്നം കയറിപ്പോയവനെ വീണ്ടും ഒരിക്കൽ കാണും. അതുവരെ ഭൂമിയിൽ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും നോക്കി നിൽക്കുവാനല്ല, ആകാശത്തിലേക്ക് ഇനി നോക്കി നിന്ന് കഴിഞ്ഞാൽ അവനൊന്നും കാണാനില്ല. ഇനി പോയവൻ ഒരിക്കൽ വരും. പക്ഷേ നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം നൽകിയ തത്വമുണ്ട്, എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ എത്ര ശക്തമായി പറയുന്നത്, നിങ്ങൾ ആകാശത്തേക്ക്, ആ വചനം ഒന്ന് നോക്കുക, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത് പലപ്പോഴും പലരും വെറുതെ സമയം കളയുന്നവരുണ്ട്. അവിടെ നോക്കി ഇവിടെ നോക്കി, ഞാൻ അങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടു ദൈവകൃപയിൽ ദൈവത്തിന്റെ ഭക്തന്മാരായി ജീവിക്കുമ്പോൾ, ദൈവമക്കളായി ജീവിക്കുമ്പോൾ വെറുതെ സമയം കളയുന്നവരുണ്ട്. അവരുടെ ഒരു ചിന്ത, കർത്താവ് വരും, യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാ. യേശു കർത്താവിന്റെ ആ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, പക്ഷേ ഭൂമിയിൽ ചെയ്യേണ്ട പല ദൗത്യങ്ങളും മറന്ന്, പല കാഴ്ചപ്പാടുകളും മറന്ന് ഇന്ന് പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ നോക്കി, സ്വത്രം ആകാശത്തെ നോക്കിയാൽ ഇപ്പൊ നമുക്ക് എന്താ കാണാനുള്ളത്? കുറെ കാർമേഘങ്ങൾ കാണാം, അത്രേ ഉള്ളു. ആകാശത്തെ നോക്കി ഒന്നും കാണാനില്ല. പക്ഷെ ഇവിടെ പറയും, ഇനി നിങ്ങൾ ആകാശത്തേക്ക് നോക്കണ്ട, നിങ്ങളെ വിട്ടുപോയ കർത്താവ് വരും. പക്ഷെ ഭൂമിയിൽ നിങ്ങൾക്ക് വലിയൊരു ദൗത്യമുണ്ട്. ആ ഒരു പോയിന്റ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? അടുത്ത വചനം ഇങ്ങനെ വായിക്കുന്നത്, അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള, ഞാൻ 1:12 വായിക്കുന്നത്, വഴിദൂരത്തുള്ള ഒരു മലയിൽ വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർഥോലോമായി, മത്തായി, അൽഫയുടെ മകനായി യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടുകൂടെ യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. കണ്ടു നോക്കിയേ, ഒരു ചെറിയ ഗ്രൂപ്പ്, നമ്മൾ അതിൻ്റെ അകത്ത് എണ്ണിക്കഴിഞ്ഞാൽ ഒരു 20-ൽ താഴെയുള്ള ഒരു ഗ്രൂപ്പാ, ഒരു 10-17 പേര് എനിക്ക് തോന്നുന്നത് കാണത്തുള്ളൂ. 20-ൽ താഴെയുള്ള ഒരു കൊച്ചു കൂട്ടം അവൻ എന്ത് ചെയ്യുകയാ, അവൻ ഒരു മാളിക മുറിയിൽ, അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നത്.
അവർ ആ മാളിക മുറിയിൽ കയറിപ്പോയി ആ ചെറിയ ഗ്രൂപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, എവിടെ പ്രാർത്ഥിക്കുന്ന അവൻ ഒരു ഗ്രൂപ്പ് ഉണ്ടോ, എവിടെ കർത്താവിന്റെ അവൻ സ്തോത്രം ഹല്ലേലൂയ വാഗ്ദത്തത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന അവൻ സ്തോത്രം കൂട്ടായ്മയുണ്ടോ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഈ പകൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടിൽ ഞാൻ ശക്തമായി ദൈവിക ദൂത് പറയുക. ഈ 20-ൽ താഴെയുള്ള ഗ്രൂപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നു, സഹോദരന്മാരോട് കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കഴിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നതല്ല. ഈ കഴിച്ച ഒരിക്കലും ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പം ഒരാൾ പറയാം, പാസ്റ്റർ പ്രാർത്ഥന കഴിച്ചേക്ക് പോകുന്നതല്ലേ, പിന്നെ പോയിന്ന് എഴുതിയിട്ടില്ല. അതല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിർത്താതെ പ്രാർത്ഥിച്ചെന്നുള്ളതാ. പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനംതോറും രാത്രിയും പകലെന്നില്ലാതെ ഈ 20-ൽ താഴെയുള്ള ഒരു സംഘം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരൊന്നേ അവൻ സ്തോത്രം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുള്ളു, കർത്താവ് പറഞ്ഞ അവൻ സ്തോത്രം വാക്ക് അവർ മാനിച്ചിരിക്കുക. ഇന്ന് പകരം അവൻ കർത്താവിന്റെ ശബ്ദം കേട്ട് പ്രാർത്ഥിക്കുന്ന, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചെറിയ ഗ്രൂപ്പാണെങ്കിലും വലിയ ഗ്രൂപ്പാണെങ്കിലും അവരോട് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിപ്പാൻ ഇന്ന് പകൽ ദൈവിക ദൂതുണ്ട്. അവൻ ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുക. ആ ചെറിയ ഗ്രൂപ്പ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അടുത്ത വചനം നമ്മളൊന്ന് വായിച്ചേ. അത് 15-ാം വാക്യം വായിക്കുമ്പോൾ ആ 20 പേരിൽ താഴെയുള്ള ഗ്രൂപ്പ് ഇപ്പൊ എത്ര പേരായി നോക്കി. അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1:15 അപ്പോസ്തലപ്രവൃത്തി 1:15. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം. മതി കണ്ടോ. അപ്പൊ 20-ൽ താഴെ ഉള്ള ഒരു ഗ്രൂപ്പ്, ഒരു ടീമാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ ഈ ടീമിലേക്ക് ഇപ്പൊ ആരൊക്കെ വന്നു? എത്ര പേര് വന്നു? 120 പേര് മേലേക്ക് വന്നു. നോക്കിയേ. അപ്പൊ ഇന്ന് പകൽ പരിശുദ്ധമായ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പ് അത് വളർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹിതമനുസരിച്ച്, ദൈവപ്രവൃത്തിക്ക് അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന അവൻ സ്തോത്രം 1, 2, 3 പേരാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടെ എത്ര പേരാണെങ്കിലും അവൻ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്ന അവൻ ഒരു ഗ്രൂപ്പാണെങ്കിൽ അതിലേക്ക് ആരും പറയാതെ ആളുകൾ വന്നു ചേരും. ഇന്ന് പകൽ ദൈവിക ദൂത് ഞാൻ കൈമാറുകയാ. ഈ പ്രാർത്ഥന നിർത്തിക്കളയരുത്. ആത്മാവിന്റെ വലിയ നിയോഗം ഇതിന്മേൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി പറയാം. നോക്കിയേ, ആ 20 പേരിൽ താഴെയുള്ള ഗ്രൂപ്പിലേക്ക് അവൻ ഇപ്പോൾ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഏകദേശം 120 പേരായി. പ്രൈസ് ദി ലോർഡ്. ഈ 120 പേര് ഏകദേശം എഴുതിയിരിക്കുന്നത്, ഏകദേശം 120 പേരുള്ള ഒരു പ്രാർത്ഥന ഗ്രൂപ്പായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവാത്മാവ് ആവർത്തിച്ച് പറയട്ടെ, ഹല്ലേലൂയ. അവൻ ടീമിലേക്ക്, ഈ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ഇനിയും ആളുകൾ വന്നു ചേരുമെന്ന് ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ആത്മാവിൽ അവൻ വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥന അവൻ സ്തോത്രം അവൻ മുടങ്ങി പോകരുത്. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. അപ്പൊ ഇപ്പൊ ഈ 120 ഏകദേശം 120 പേരായി കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യം താഴേക്കൊന്ന് വായിക്കാമോ? വായിച്ചേ. എന്താ സംഭവിച്ചത്? 120 പേരിൽ എന്താ സംഭവിച്ചത്? പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ കുറിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവഴുത്തിൽ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ക്രമീകരണങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അതൊരു വലിയ സബ്ജക്റ്റാ. പിന്നെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. കാരണം യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് ചിലർ ചീട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അവരുടെ ജീവിതത്തിൽ തന്നെ ക്രമീകരണങ്ങൾ വരുത്തുകയാണ്. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥനയെ കുറിച്ചാ, ടീമിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ ഈ 120 പേര് ഏകദേശം കൂടിയിരിക്കുമ്പോൾ അവരൊരു ക്രമീകരണമൊക്കെ നടത്തി വരുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 120 പേരുടെ മേല് അവൻ വെളിപ്പെട്ട ഒരു ദൈവസാന്നിധ്യം അവിടെ നമുക്ക് അവിടെ കാണുവാൻ കഴിക്കും. അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം വായിച്ചു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്ന് പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ നോക്കിയാൽ നിർത്തി വായിക്കണേ. കഴിഞ്ഞ ദിവസം അവര് പ്രാർത്ഥിച്ചതിനേക്കാൾ വ്യത്യസ്ത രീതിയിലാണ് പ്രാർത്ഥന ഇപ്പൊ പോകുന്നത്. പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് അവര് കഴിഞ്ഞ ദിവസം അവൻ പ്രാർത്ഥിച്ചതുപോലെയല്ല, അവൻ സ്തോത്രം ആരാധിച്ചതുപോലെയല്ല, അവർ ദൈവത്തെ സ്തുതിച്ചതുപോലെയല്ല. സ്തുതികൾക്കും ആരാധനകൾക്കും വലിയ മാറ്റം വരിക. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ടീമിലേക്ക് ഇറങ്ങി. ആ 120 പേര് അടങ്ങുന്ന സംഘത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു, വീട് മുഴുവനും നിറച്ചു. അവൻ സ്തോത്രം ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവ് പതിഞ്ഞു. അന്യഭാഷകളിൽ സംസാരിച്ചു. ആത്മാവ് നിറഞ്ഞവരായി ദൈവകൃപയിൽ അവർക്ക് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ
സംസാരിച്ചു. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ആരെല്ലാം ദൈവത്തിന് കർത്താവിന് വേണ്ടി ദൈവപാദപീഠത്തിൽ കാത്തിരിക്കുന്നു, ആരൊക്കെയോ പ്രാർത്ഥനാ കൂട്ടമായിരിക്കുന്നു, അവരുടെ മേൽ ശക്തമായ ഒരു ഉണർവുണ്ടാകുമെന്ന് ഇന്ന് വചനത്തിന്റെ വെളിപ്പാടിൽ ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാ. അവൻ സ്വത്രം ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിന് മേൽ, പ്രാർത്ഥിക്കുന്ന അവൻ സ്വത്രം ജനത്തിന് മേൽ അവൻ ഒരു വലിയ ഉണർവിന്റെ കാറ്റുണ്ടാകുമെന്ന് അവൻ പരിശുദ്ധമാ ദൂത് പറയുകയാ. അവിടെ പരിശുദ്ധമാ ക്വാളിറ്റി നോക്കത്തില്ല, അവിടെ അവൻ സ്വത്രം പഠിപ്പ് നോക്കത്തില്ല, അവിടെ പ്രായം നോക്കത്തില്ല, അവിടെ മറ്റു അവൻ സ്വത്രം ഒന്നും നോക്കത്തില്ല, അനുഭവ സമ്പത്തും നോക്കത്തില്ല. ആരെല്ലാം ദൈവസന്നിധിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് അവൻ സ്വത്രം വലിയ ഉണർവായി തീരുമെന്ന് ദൈവാത്മാവ് ശക്തമായി ദൈവാത്മാവോടെ പറയുകയാണ്. സ്തോത്രം. അപ്പൊ 120 പേരുടെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോ ഇനി അടുത്തതാ ഒരു പോയിന്റ്. 5-ാമത്തെ വചനം വായിച്ചേ, 5-ാമത്തെ വാക്യം, 2:5. സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ തിരക്കം ഉണ്ടായപ്പോൾ പുരുഷാരും വന്നെത്തി. ഓരോരുത്തൻ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്യരും മേദ്യരും എലോമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും ബത്തോസിലും ആസ്യയിലും ബഹൂലിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നവരല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയേ, ഈ നിർത്തണേ. 20 പേരിൽ താഴെ കൂടിയിരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ് വളർന്ന് അത് 120, ഏകദേശം 120 ഈ 120 പേരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയേ, സകല ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികൾ യെരൂശലേമിൽ അന്നുണ്ട്. ഏതാണ്ട് 14 രാജ്യക്കാർ അവിടെ ഉണ്ട്. നോക്കിയേ, ഈ കൂട്ടായ്മയ്ക്ക് എത്ര രാജ്യക്കാരാ വരുന്നത്? 14 രാജ്യങ്ങളിലുള്ള ജന കടന്നു വരുന്നത്. കാരണം ഇവരുടെ ആത്മാവിന്റെ ശബ്ദം കേട്ടിട്ട്, ഇവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിട്ട്, ഇവരുടെ ആത്മാവിന്റെ ആ വലിയ മുഴക്കം കേട്ടിട്ട് ഈ ജാതികൾ എന്ന് പറയുന്ന ദേശങ്ങളിൽ നിന്ന് ജനം അവിടെ ഓടിക്കൂടുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വലിയൊരു അഭിഷേകം നൽകി തന്ന, ആത്മാവിന്റെ നിയോഗം നൽകി തന്ന, നാം ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ അനേകർ നമ്മുടെ അടുക്കൽ വരുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കണമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നു, എത്ര യഹൂദ അവിടെ കുറെ ദേശങ്ങളുടെ രാജ്യങ്ങളുടെ പേര് പറയുന്നു. ഇവരെല്ലാം അവിടെ വന്നിട്ട് അവരൊരു അവര് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാ, പക്ഷേ ഇവരെല്ലാം ഗലീലക്കാരാ, പക്ഷെ ഇവര് പറയുന്നത് നമ്മുടെ ഭാഷകളിലാ. നോക്കിയേ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അവൻ സ്വത്രം ഭാഷാവരമില്ലെങ്കിലും അവൻ സ്വത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാൽ ഒരുപക്ഷെ മറ്റുള്ളൊരു ഭാഷയായിരിക്കാം നമ്മൾ സംസാരിക്കുന്നത്. രാത്രി പകൽ പരിശുദ്ധമാ പറയുക, അവൻ സ്വത്രം എനിക്ക് കഴിവില്ല എന്ന് നീ പറയരുത്, എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയരുത്, എന്നെ കൊണ്ട് അവൻ സ്വത്രം പറ്റത്തില്ല എന്ന് പറയരുത്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു അസാധാരണ വ്യക്തിത്വമായി വലിയ ദൈവാത്മാവ് നിന്നെ തീർക്കും. സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ട് വന്നിട്ട് ഇതുവരെയും പറയാത്ത വൻ കാര്യങ്ങൾ നിന്റെ നാവിൽ തരുമെന്ന് ആത്മാവ് ഇന്ന് പകൽ ചിലരോട് ദൈവിക ദൂത് പറയുക. ഇതുവരെയും പറയാത്ത ചില ദൈവിക ദൂതുകൾ, ദൈവിക ആലോചനകൾ, വചനത്തിന്റെ വാതിലുകൾ തുറന്ന് അതിന്റെ ആഴങ്ങളെ പ്രസ്താവിപ്പാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ നാവിനെ അധികാരപ്പെടുത്തുന്ന പകലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് വിളിച്ചു പറയുക. എത്ര പേര് അത് ഏറ്റെടുക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ സ്വത്രം ശക്തിയില്ലെന്ന് പറയുന്ന നിന്നെ കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യിപ്പാൻ ദൈവത്തിന്, ആത്മാവിന് അവൻ സ്വത്രം ഇന്ന് പകൽ പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് പറയുകയാ. താഴേക്ക് 1-2 വചനങ്ങളുണ്ട്, അതിനകത്തൊരു ദൂതുണ്ട്, അതാ ഞാൻ ഇത് വായിപ്പിക്കുന്നത്. 2-14 വാക്യം വായിച്ചു. 14 വാക്യം വായിച്ചു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ എല്ലാവരുമായി ഉള്ളവരെ, ഇത് നിങ്ങൾ അറിയിക്കട്ടെ. അപ്പൊ നോക്കിയേ, നിർത്തിക്കോ. പരിശുദ്ധാത്മാവ് അവൻ ഈ പ്രിയപ്പെട്ടവരുടെ വഴി വന്നപ്പോൾ അതുവരെ ഒതുങ്ങിക്കൂടിയിരുന്ന പത്രോസ്
നിങ്ങൾക്കറിയാമല്ലോ പത്രോസിന്റെ ചരിത്രം. യേശു കർത്താവിനോടൊപ്പം ആയിരുന്നപ്പോൾ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞ? 3 പ്രാവശ്യം ഇല്ലേ? 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞു. സ്ത്രീകളുടെ മുമ്പിൽ അവനെ അറിയില്ലെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാ? പടകും സ്വത്രം സഹോദരന്മാരെയൊക്കെ കൂട്ടി വീണ്ടും മീൻ പിടിക്കാൻ പോയി. ജീവിതത്തിൽ തോറ്റുപോയി ഒരു മനുഷ്യനായി തീർന്നു. നോക്കിയേ, പറയാൻ പോലും ശബ്ദമില്ലാത്തവനായി തീർന്നു. പരാജയ ഭീതി തന്നിൽ വന്നു. പക്ഷെ കർത്താവ് അവനെ താങ്ങിയെടുത്ത് നിർത്തി. അവനെ വീണ്ടും പുതന് കൃപ നൽകി തന്ന് സ്വത്രം അവനെ മടക്കി വരുത്തി ദൈവിക ദൂതൊക്കെ കൊടുത്ത് അവൻ നിർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ യെരൂശലേമിലെ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവന്റെ നാവ് അഗ്നിനാവായി തീർന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ പത്രോസ് ആരോടുകൂടെ? 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട്. അപ്പൊ 120 പേര് അവൻ ചെല്ലുവാൻ അവിടെ ഉണ്ട്. സ്വത്രം ആ യെരൂശലേമിൽ നിന്നുള്ള സകല ജനവും അവിടെ കൂടി വന്നിട്ടുണ്ട്. ഒരു വലിയ ഒരു പുരുഷാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ശക്തമായി പറയുവാൻ എന്ന് ഇവിടെയാ പത്രോസിന് ധൈര്യം ലഭിച്ചത്. എങ്ങനെയാണ് പത്രോസിന് ധൈര്യം കിട്ടിയത് എന്ന് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് പറയുക, ദിവസങ്ങൾ ആത്മാവിനെ ശക്തമായി ഏറ്റെടുത്തുകൊള്ളണം. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ ബലഹീനൻ എന്ന് നീ പറയുന്ന, ബലഹീനയാണെന്ന് പറയുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകൽ പറയാനുണ്ട്. അതിശക്തമായ ഒരു ശുശ്രൂഷയ്ക്കായി ഈ കാലഘട്ടങ്ങളിൽ എഴുന്നേൽക്കുവാൻ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ. ഇന്ന് പകലാമനുസരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ചില തലങ്ങളുണ്ട്. നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന ചില തലങ്ങൾ. ഈ റോയ് പാസ്റ്റർ അവിടെ പറഞ്ഞപ്പോ നെഗറ്റീവിന്റെ തോട്ട്സിന്റെ കാര്യം ഞാനത് ജസ്റ്റ് ഒന്ന് കേട്ടു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പോസിറ്റീവിലേക്ക് പോകാൻ കഴിയാതെ ശത്രു പലപ്പോഴും എന്ത് ചെയ്താൽ നെഗറ്റീവ് കൊണ്ടിടും തോട്ട്സ്. ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ഓർക്കും ഇത് കറക്റ്റ് ആണെന്ന് ഓർത്ത്, ഇത് പോസിറ്റീവ് ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ നെഗറ്റീവ് തോട്ട്സ് എന്റെ പോസിറ്റീവ് ആണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ചില മേഖലകളിൽ വെളിപ്പെട്ട് വരാൻ കഴിയുന്നില്ല. ചിലപ്പോൾ പ്രയോജനപ്പെടാൻ കഴിയാതെ വരുന്നു. ഇന്ന് പകൽ പറയുക, നമ്മുടെ മേൽ ഒരു അഭിഷേകമുണ്ടെങ്കിൽ, നമ്മുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, പരിശുദ്ധന്മാരുടെ ശക്തി ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവാമൻ നമ്മെ അത് ശക്തിയോടെ നിർത്തും. ഹല്ലേലൂയ. പ്രൈസ് അല്ലാഹ്. ഞാനതിന്റെ ഒരു മറം പറയാം. ഈ പൗലോസ് ശക്തമായൊരു ശുശ്രൂഷ ചെയ്തു പ്രിയപ്പെട്ടവര്. എന്നാൽ പൗലോസിന് മേലൊരു ജഡത്തിലൊരു ശൂലം ഉണ്ടായിരുന്നു. അതേതൊരു രോഗമാണ്. അത് പല വിധത്തിലാണ് വേദപണ്ഡിതന്മാർ പ്രയോജനപ്പെടുന്നത്. എങ്കിലും ശൂലം ഉണ്ടായിരുന്ന ഒരു രോഗമുണ്ടായിരുന്നു. പലവട്ടം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പക്ഷെ പലവട്ടം പ്രാർത്ഥിച്ചപ്പോഴും, ഈ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും പൗലോസിന് ഈ രോഗത്തിന്റെ സൗഖ്യം സ്വർഗം മാറ്റിക്കൊടുത്തില്ല, ദൈവം മാറ്റിക്കൊടുത്തില്ല. പകരം പറഞ്ഞൊരു ഇതുണ്ട് അല്ലെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പം എന്തുണ്ട്? നിലവിൽ രോഗസൗഖ്യമില്ല, പക്ഷെ ഇതിനെ ഓവർകം ചെയ്യുവാൻ, ഇതിന് മേൽ നിൽക്കുവാനുള്ള ദൈവിക കൃപ ഞാൻ നിന്റെ മേൽ പകരും എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ അടുത്തൊരു കാര്യമുണ്ട്. അങ്ങനെയാണ് ഈ പൗലോസിന്റെ ചിന്ത വരും, കർത്താവ് എന്നിലൊരു രോഗമുണ്ട്, എന്നിലൊരു ഒരു രോഗത്തിന്റെ ഒരു തലമുണ്ട്. ഈ രോഗം വെച്ച് ഞാൻ എങ്ങനെ വേറെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? എനിക്കൊരു വിടുതലില്ലല്ലോ. ഇതാ ഈ നെഗറ്റീവ് ചിന്ത കൊണ്ടുവരുന്നത്. പക്ഷെ പൗലോസ് പ്രാർത്ഥിച്ച എല്ലായിടത്തും എന്ത് ചെയ്യുക? അനേക രോഗികൾ സൗഖ്യമായി. തന്റെ ശരീരത്തിൽ കിടന്ന ഷോൾ എടുത്ത് അവൻ വലിയ ക്രൗഡ് കൂടുമ്പോൾ, വലിയ ജനം കൂടുമ്പോൾ, പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയാതെ വരുമ്പോൾ തന്റെ ശരീരത്തിൽ കിടക്കുന്ന ആ ഷോൾ എടുത്ത് അവൻ ആ വസ്ത്രം അവരുടെ മേൽ ഇടുമ്പോൾ അവർക്ക് സൗഖ്യം വന്ന് എഴുതിയിരിക്കാം. നോക്കിയേ, അപ്പൊ ദൈവസാന്നിധ്യം അതിൽ പോലും വ്യാപരിച്ചു. അപ്പോൾ തന്നെ പൗലോസിന് എന്തുണ്ടായിരുന്നു? ഒരു രോഗമുണ്ടായിരുന്നു. അപ്പൊ നോക്കിയേ, പലപ്പോഴും നമ്മുടെ മേഖലയിൽ നമ്മൾ ഒതുക്കി നിൽക്കുന്ന പല താലങ്ങളുണ്ട്. നമ്മുടെ ഉള്ള പല കുറവുകളും നമ്മൾ അവരൊരു കുറവായിട്ട് തന്നെ അത് കണ്ട് നമ്മൾ ഒതുക്കുമ്പോൾ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ ശക്തമായി ഇടപെടുന്നു. അവൻ ഇന്ന് പകൽ സ്വത്രം അതിന്മേൽ കവിയുന്ന ഒരു ദൈവകൃപ നിനക്കുണ്ടെങ്കിൽ, അതിന്മേൽ വഹിക്കുവാൻ ഒരു ദൈവശക്തി നിന്റെ മേലുണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ദൈവാത്മാവിന്റെ ചില നിയോഗം നിന്റെ മേൽ വരികയാ. അവൻ ശക്തമായി ശുശ്രൂഷിപ്പാൻ ദൈവാത്മാവ് പറയുകയാണ്. ഒരുപക്ഷെ പത്രോസ് അവിടെ നിന്നിട്ട് സംസാരിക്കുക പറയും, നീയല്ലേ സ്വത്രം യേശുവിനെ 3 വട്ടം സ്വത്രം തള്ളി പറഞ്ഞത്? നീയല്ലേ സ്വത്രം പിന്മാറ്റക്കാരനായി വീണ്ടും മീൻ പിടിക്കാൻ പോയത്? നീയല്ലേ സ്ത്രീകളുടെ മുമ്പിൽ യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ നിനക്ക് എങ്ങനെ ഇവിടെ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ കഴിയും? പക്ഷെ പത്രോസിന് സ്വത്രം കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായിരുന്നു. ഏതാ? ആ കടൽക്കര തീരത്ത് വെച്ച് സ്വത്രം, പത്രോസേ, ശീമോനെ, നീ എന്നെ വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരെക്കാൾ അധികമായി
അവൻ പറയാ കർത്താവ് എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. കർത്താവ് അവനെ അവൻ ആ ദൈവി അവന്റെ ജീവിതത്തിലെ ആ കഴിഞ്ഞുപോയ അനുഭവങ്ങളിൽ നിന്ന് മാറ്റി ഒരു പുതിയ മേഖലയിലേക്ക് കൊണ്ടുവരും. ഞാനിത് പറഞ്ഞെന്ന് വെച്ചാൽ ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ചില ചിന്തകൾ അവൻ എന്ത് ചെയ്യുന്നറിയോ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും, വിചാരങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ നമ്മുടെ ആത്മീയ തലത്തിൽ പലപ്പോഴും അവൻ എന്ത് ചെയ്യുക, ഒതുക്കി തീർക്കും. ഞാൻ മടങ്ങി വരട്ടെ, പ്രധാനപ്പെട്ട ദൈവിക ആലോചനയിലേക്ക് വീണ്ടും മടങ്ങി വരിക. പത്രോസ് ഉറക്കെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ആത്മാവിന്റെ ശക്തിയോടെ ദൈവവചനം പ്രസ്താവിച്ചു. നോക്കിയേ, ആ 120 പേരുടെ മേൽ പകർന്ന ദൈവാത്മാവിന്റെ ശക്തി അത് പത്രോസിന്മേലും വെളിപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ പ്രസംഗത്തിൽ എത്ര പേര് മാനസാന്തരപ്പെട്ടു? എത്ര പേര് സ്നാനപ്പെട്ടു? പൗലോസിന്റെ പ്രസംഗത്തില് 3000 അല്ലേ? അപ്പൊ നോക്കിയേ, 20 പേര് തരുന്നൊരു ഗ്രൂപ്പ്, ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് 120 പേരായി. 120 പേരുള്ള ഗ്രൂപ്പ് ഇപ്പൊ എത്രയായി? 3000 കാരണം 3000 പേര് സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. പിന്നീട് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചേ, അത് 5000 അപ്പൊ നോക്കിയ ചെറിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് വളർന്ന് അവൻ സ്വത്ര വലിയൊരു ദൈവത്തിന്റെ കൂട്ട പ്രവൃത്തിക്കായി അത് മാറിയെന്ന് അവൻ വ്യക്തമായി എഴുതിയിരിക്കുക. അങ്ങനെയാണ് ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, പ്രാർത്ഥിക്കുവാൻ നമ്മൾ മടുത്തു പോകരുത്. അവന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഈ ദിവസങ്ങളില് ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന്റെ ചില നിയോഗങ്ങൾ ദൈവാത്മാവും നമ്മുടെ മേൽ അവൻ ഇടും. ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥനയെ കുറിച്ച് തന്നെയാണ് ദൈവാത്മാവ് ഇന്ന് പകൽ എനിക്ക് തരുന്നത്. ഈ പലപ്പോഴും നമ്മള് മടുത്തു പോകുന്ന ഒരു വിഷയം അത് തന്നെയാണ്. ഈ ദാനിയേലിന്റെ പുസ്തകത്തില് റോയ് പാസ് അവിടെ ഓർപ്പിച്ചു, ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനാ സ്വഭാവം അവിടെ പറയുന്നുണ്ട്. ദിവസം 3 നേരം എന്ത് ചെയ്യും? ദാനിയേൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ സഹോദരൻ യെരൂശലേമിന്റെ നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് അവൻ സഹോദരൻ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ സ്വഭാവമുള്ള ദാനിയേലിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ ദാരിവേശന്റെ കാലഘട്ടങ്ങളില് ഈ ഇവനോടൊപ്പം നിന്ന് കഴിഞ്ഞ ദേശാധിപതന്മാര്, അവിടെയുള്ള പല പ്രിയപ്പെട്ടവരും ഇവന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, ഇവന്റെ പ്രാർത്ഥനയ്ക്ക് വൻ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ സൂത്രത്തിൽ ഒരു കാര്യപരിപാടി അവിടെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 6-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിലുണ്ട്. അവിടെ പറയുന്നത് രാജാവിന്റെ അടുക്കൽ രാജാവിനോട് പറയും, രാജാവ് ഇനി മുതൽ 30 ദിവസത്തേക്ക് അവൻ സ്വർഗസ്ഥനായ ദൈവത്തോട് ഒരു മനുഷ്യനും പ്രാർത്ഥിക്കരുത്. ഒന്നുകിൽ തിരുമയോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ദേശത്തിലുള്ള ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എടുത്തെങ്കിൽ നിൽക്കുന്നു വായിക്കാം. എനിക്ക് 6-ാം അധ്യായത്തിലാണ് ദൈവാത്മാവ് അത് ഓർപ്പിക്കുന്നുണ്ട്. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും കഠിനമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിന്റെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. അപ്പൊ നോക്കിയേ, എത്ര ദിവസത്തിനാ പ്രാർത്ഥന ബ്ലോക്ക് ചെയ്യണത്? എത്ര ദിവസത്തേക്കാ? 30 ദിവസത്തേക്ക് എന്ത് ചെയ്യരുത്? ആരും അവനവന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. ആരോട് പ്രാർത്ഥിക്കണം? അന്യോത്തോട് വെച്ച് ആരോടെ പ്രാർത്ഥിക്കേണ്ടത് ഈ 30 ദിവസത്തേക്ക്? രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ. അപ്പൊ എന്ന് പറയാത്ത ഇനി പ്രാർത്ഥിക്കേണ്ടത് ആരോടാ? തിരുമേനിയോടെ പ്രാർത്ഥിക്കണ്ടേ? രാജാവിനോടെ പ്രാർത്ഥിക്കണ്ടേ? 30 ദിവസത്തേക്ക് ഒരു ദേവന്മാരോട് പ്രാർത്ഥിക്കരുത്. അറിയാം ദാനിയേൽ ആരോട് പറഞ്ഞത്? സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണ് എന്ന് ഇവർക്കറിയാം. ഇവന്റെ പ്രാർത്ഥന മുടക്കുകയാ, ഇവന്റെ പ്രാർത്ഥന ബ്ലോക്ക് ചെയ്യുകയാ. അത് കുറച്ച് ദിവസത്തേക്കല്ല, 30 ദിവസത്തേക്ക്. നമ്മുടെ വ്യക്തിപരമായ നമ്മൾ ചിന്തിച്ച് 1 മാസം ഒരു കാര്യം നമ്മൾ ചെയ്യാതെ, സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം ഒരു 30 ദിവസം നിങ്ങൾ ചെയ്യാതെ എന്ന് നോക്കി. അത് ഏത് പ്രാർത്ഥനയല്ല, ഏത് പ്രവൃത്തിയാണെങ്കിലും ഒരു 30 ദിവസത്തെ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ തുടരാൻ പിന്നെ പറ്റത്തില്ല. അത് മറന്നുപോകും. മാത്രമല്ല അതിനോട് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. ഈ 1 മാസം ഒരാള് ആരാധനയ്ക്ക് പോകാതിരുന്നാൽ, പ്രാർത്ഥിക്കാതിരുന്നാൽ, ഞാൻ അങ്ങനെ പറയാം, പ്രാർത്ഥിക്കാതിരുന്നാൽ, ദൈവസാന്നിധ്യത്തിലേക്ക് അവൻ ദൈവസാന്നിധ്യത്തിൽ അല്ലാതെ ആയിരുന്നാൽ അവൻ വെറും ജീവശവമായി തീരും. ഈ 30 ദിവസത്തെ ബ്ലോക്ക് ചെയ്യുന്നതാ എന്ന് പറഞ്ഞാൽ 30 ദിവസം കഴിയുമ്പം അവന്റെ ആത്മീയ ജീവൻ തന്നെ ചത്തുപോകുമെന്ന് ശത്രുവിനറിയും. അതുകൊണ്ടായി 30 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതറിഞ്ഞിട്ടും ദാനിയേൽ എന്ത് ചെയ്യുക?
ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവ് പോലെ ദിനം തോറും ചെയ്യുന്നത് പോലെ. ഇവിടെ കൽപ്പന മുറുക്കി വെച്ചു, ഇത് ഒപ്പിട്ട് സീൽ ചെയ്തു, മുദ്ര വെച്ചിരിക്കുക. പ്രാർത്ഥന കഠിനമായി അവന് എന്ത് ചെയ്യുക, അത് എഴുതി വെച്ചിരിക്കുക. രാജാവിന്റെ രേഖയാ, അതിന് നീക്കം വരുത്താൻ പറ്റില്ല. പക്ഷേ ദാനിയേൽ ദിനം എപ്പോഴും എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിക്കുന്ന സമയം ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കരുതെന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ, തിരുമേനയോടല്ലാതെ രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കരുതെന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ, ഇവിടെ ദാനിയേല് എന്നും ചെയ്യുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണല്ലോ അവൻ ദാനിയേലിന്റെ പ്രാർത്ഥന പുറത്തു കേട്ടത്. ദാനിയേലിന്റെ പ്രാർത്ഥന പുറത്ത് കേട്ട് കഴിഞ്ഞപ്പോൾ പുറത്ത് നിന്നവർ ശ്രദ്ധിച്ചു, ഈ ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് തിരുമേനിയോടല്ല, ഇതാ അവന്റെ ജീവനുള്ള ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായപ്പോഴാണല്ലോ സിംഹക്കുഴി ഒരുക്കുന്നത്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, എത്ര വെല്ലുവിളികൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന പ്രാർത്ഥനയുടെ ആ സ്വഭാവം ഇന്ന് പകൽ അവൻ മാറ്റം വരുത്തുന്ന ദൈവാത്മാവ് പറയുക. ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ ദിനംതോറും പ്രാർത്ഥിക്കട്ടെ, ദിനംതോറും കർത്താവിനോടൊപ്പം ശക്തമായ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധമായ ശക്തമായ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മടുത്തു പോയത് ദാനിയേൽ പ്രാർത്ഥിച്ചു അല്ലെ. അതിന്റെ അകത്തൊക്കെ ദാനിയേൽ വിടുവിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തിന്റെ ഗുഹയിലിട്ട കാര്യം അവൻ സംഭവം അതാണെങ്കിലും അതിന്റെ അകത്തൊരു കാര്യം രാജാവ് വിളിച്ചു പറഞ്ഞു, ഇനി മുതൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ദാനിയേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നോക്കിയേ, രേഖ പിന്നെയും തിരുത്തി കുറിക്കേണ്ടി വരികയാണ്. എന്ന പകൽ പ്രാർത്ഥനയിൽ ശക്തമായി പോരാടുന്നെങ്കിൽ, പ്രാർത്ഥനയിൽ ശക്തമായി മുന്നേറുന്നെങ്കിൽ, ഇന്ന് പകൽ ആരാമൻ ശത്രു നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥന മുഴക്കുവാൻ വെല്ലുവിളിച്ചോ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവാത്മാവ് അവിടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ ആ വചനം വായിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ വേറൊരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ ശത്രം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ ഇങ്ങോട്ട് ഒന്ന് വായിക്കാമോ ആന്റി? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവയെ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ നോക്കിയാൽ ഇവിടെയും പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തരുന്ന ദൈവിക വചനങ്ങളാണ് നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കുന്നത്. ഇവിടെയും ഈ കർത്താവ് അവൻ ഒരു കാര്യം പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് പറയുകയാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, പ്രാർത്ഥന എന്ത് ചെയ്യരുത്, മടുത്തു പോകരുത്. അപ്പൊ മടുത്തു പോകത്തക്ക പല സംഭവങ്ങളും ചുറ്റുപാടിലും ഉണ്ടാകും. വ്യക്തിപരമായ ജീവിതത്തിലും സംഭവിക്കാം, കാരണം മടുപ്പുണ്ടാക്കാം. പക്ഷെ ഇവിടെ കർത്താവ് പറയാ, പ്രാർത്ഥന എന്ത് ചെയ്യരുത്, മടുത്തു പോകരുത്. അതിനൊരു ഉപമയാണ് അവിടെ കൊണ്ടുവന്നത്. ഈ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയത്തിൽ അവൻ വീണ്ടും അതിൽ ബലപ്പെടുത്തേണ്ടതിന് ഉപമയാണ് കൊണ്ടുവരുന്നത്. ആ ഉപമ ഒരു പ്രത്യേക രീതിയിലാണ് കർത്താവ് ഉപമ പറയുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ചിന്തകൾ അതിൻ്റെ അകത്ത് ഉണ്ടാകാം. ഇവിടെ നമ്മൾ പറയുന്ന ഉപമ ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ഓർത്തണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ഒരു പട്ടണമാണ്, ആ പട്ടണത്തിൽ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഭയമില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനാണ്. കാരണം ദൈവത്തെ ഭയമില്ലാത്തവർ പ്രാർത്ഥിക്കത്തില്ല, ആരാധിക്കത്തില്ല, അവൻ ദൈവവുമായിട്ട് യാതൊരു കണക്റ്റും ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയമില്ലാത്തവൻ വെറുതെ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യനെയും ഇവനെന്തില്ല, പേടിയില്ല, ആരെയും പേടിയില്ല. ആള് ന്യായാധിപനാ, ന്യായമിസ്തവര് ജഡ്ജിയാ, പല നീതി ന്യായങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നവരാ. പക്ഷെ ഇവന് ദൈവഭയം ഇല്ലാത്തത് കൊണ്ട് ഇവന് ഭൂമിയിൽ മനുഷ്യനെയും പേടിയില്ല, ദൈവത്തെയും പേടിയില്ല. അങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ, ദൈവത്തെ പേടിയില്ലാത്തവരുണ്ട്, ലോകത്തിൽ മനുഷ്യരെ പേടിയില്ലാത്തവരുണ്ട്.
ഇവരെ കൊണ്ടൊക്കെ മനുഷ്യർക്ക് ഭൂമിയിൽ പലപ്പോഴും തലവേദനയായിരിക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന നോക്കിയേ, ഇവനത് ദൈവത്തെ ഭയമില്ല, മനുഷ്യരോടും ഭയമില്ല. ഇവൻ ന്യായാധിപനാ, പലരെയും കാര്യങ്ങളെ തീർപ്പ് കൽപ്പിച്ചു കൊടുക്കേണ്ടവനാ. പക്ഷെ ഇവിടെ ഒരു വിധവ ചെല്ലുകയാ. ഈ പട്ടണത്തിലേക്ക് ഒരു വിധവ ചെല്ലുന്നുണ്ട്. ആ വിധവ ചെല്ലുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൾക്കൊരു വിഷയമുണ്ട്. ആ വിഷയം ഇവിടെ പറയുന്നുണ്ട്. ആ പട്ടണത്തിൽ ഒരു വിധവ ഉണ്ടായിരുന്നു. നോക്കിയേ, സാധുവായ ഒരു വിധവ, അവൻ സ്വത്രം, ഭയമില്ലാത്ത, മനുഷ്യരെ പേടിയില്ലാത്ത ഒരു ന്യായാധിപൻ ആ പട്ടണത്തിൽ തന്നെ ഒരു വിധവ ഉണ്ടായിരുന്നു. ആ വിധവ എന്ത് ചെയ്യുകയാ? അവളൊരു അപേക്ഷയുമായിട്ട് അവന്റെ അടുക്കിലേക്ക് ചെല്ലുകയാ. അവൾ പറയുന്ന ഒരു കാര്യമാ, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ. അപ്പൊ നോക്കിയേ, ഇവൾക്കൊരു പ്രതിയോഗിയുണ്ട്. ഇവളെ ഏതോ ഒരു വിഷയത്തിൽ ശല്യപ്പെടുത്തുന്ന ഇവൾക്കൊരു പ്രതിയോഗിയുണ്ട്. ഇവളെ ജീവിതത്തെ അലസരപ്പെടുത്തുന്ന, ഇവളുടെ ജീവിതത്തെ അസമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന, സന്തോഷം കെടുത്തിക്കളയുന്ന, അവന് ഒരു സ്വസ്ഥതയുള്ള ജീവിതം നയിപ്പാൻ പറ്റാത്ത ഏതോ ഒരു വിഷയം അവളുടെ മേലുണ്ട്. അതുകൊണ്ട് പറയുക, എന്റെ പ്രതിയോഗിയോട് അവൾ ഏറ്റുമുട്ടാൻ പോകുന്നില്ല. അവൾ ആ പ്രതിയോഗിയോട് വെല്ലുവിളിക്കാൻ പോകുന്നില്ല. അവളൊരു കാര്യം ചെയ്യുക, പട്ടണത്തിലുള്ള ന്യായാധിപന്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, എനിക്ക് ഇതിന്റെ അകത്തൊരു വിമോചനം വേണം, എനിക്കൊരു സ്വസ്ഥത വേണം, എനിക്കൊരു സമാധാനം വേണം. എന്റെ പ്രതിയോഗിയോട് നീ പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണം എന്ന് ന്യായാധിപനോട് പറയുക. അപ്പൊ ഈ ന്യായാധിപനെ കുറിച്ച് അവിടെ വീണ്ടും എഴുതിയിരിക്കുക, എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലെങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവളെന്നും എല്ലാ ദിവസവും, നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുക? ഈ ന്യായാധിപന്റെ അടുക്കൽ ചെല്ലു നിൽക്കും. ന്യായാധിപൻ ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവള് വീണ്ടും തിരിച്ചു പോരുന്നു. പ്രതിയോഗി ഇവളെ അവൻ വിഷമിപ്പിക്കുന്നു. അവൻ സ്വന്തം നോക്കിയേ, ഇവളെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവള് മടുത്തു പോകാതെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുക? ന്യായാധിപന്റെ അടുക്കൽ എല്ലാ ദിവസവും ചെല്ലുന്നുണ്ട്. ഒരു നേരം പോലും അവൻ സ്വാതന്ത്ര്യം തെറ്റിക്കുന്നില്ല. നമ്മളാണെങ്കിൽ ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു ഓഫീസിലോ കയറി ചെന്ന് കഴിഞ്ഞാൽ 2-3 ദിവസം ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നെങ്കിൽ നമുക്ക് പിന്നെ മടുപ്പാ, നമ്മൾ പോകത്തില്ല. നമ്മൾ പറയും, അവിടെ ചെന്നിട്ട് ഒരു കാര്യവുമില്ല, ഇനി ഞാൻ പോകുന്നില്ല. ചിലർ അങ്ങനെയൊക്കെ പറയാറില്ല. ചില വിഷയത്തിലൊക്കെ ചെന്നപ്പോൾ ചിലരെ കാണാൻ ചെല്ലുമ്പോൾ അവരിൽ നിന്നൊരു പ്രതീക്ഷ വെച്ച് പോകുമ്പോൾ ഒന്നും കിട്ടാതെ വരുമ്പോൾ നമുക്ക് തന്നെ മടുത്തു പോകും. അപ്പൊ ഇതിന്റെ അകത്തൊരു ദൂത് കയറി വരുന്നുണ്ട്. എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനയെ മടുപ്പിക്കാൻ പലതും വെളിപ്പെട്ട് വരും. പക്ഷെ ഇന്ന് പകലാമൻ സ്വത്രം മടുത്തു പോകരുന്ന ദൈവാത്മാവ് പറയും, ഒരു പക്ഷേ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ പോരുകൾ പല വിധത്തിലും വെല്ലുവിളിക്കും. ഹല്ലേലൂയ. ഒരു പക്ഷേ ആമൻ സ്വത്രന്റെ പല ശാരീരിക മേഖലയിലായിരിക്കാം, ഭൗതിക മേഖലയിലായിരിക്കാം, ആമൻ സ്വത്രം ചില ബന്ധങ്ങളിലായിരിക്കാം, ആമൻ സ്വത്രം ഏത് മേഖലകളാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മടുപ്പിക്കുവാൻ പരുപക്ഷെ ആമൻ പ്രതിയോഗി പല വിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞാലും ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകരുത്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയാണ് നിന്നെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്, അശക്തമായ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, ആത്മാവിന്റെ ചില ദൈവപ്രവൃത്തികൾ കാണുവാൻ ഇടയാക്കുന്നതെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായി ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവളെന്നും ചെല്ലുന്നത് കൊണ്ട് ന്യായാധിപൻ ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, ഇവളിങ്ങനെ എന്നെ അസഹ്യപ്പെടുത്തുക. കാരണം എല്ലാ ദിവസവും അവിടെ പോയി നിൽക്കുക. നിങ്ങളാ ചിന്തിക്കണം, എല്ലാ ദിവസവും പോയി നിൽക്കുന്നു, ഈ മനുഷ്യൻ ഒരു വാക്കും പറയുന്നില്ല, അവള് തിരിച്ചു പോരുന്നു. അപ്പൊ ഇവിടെ 2 പ്രതിയോഗികളാ. ഒന്ന് പരോക്ഷമായും പ്രത്യക്ഷമായി അവൾക്ക് ഒരു പ്രതിയോഗിയുണ്ട്. ഇതിപ്പോ പരോക്ഷമായി ന്യായാധിപനും ഒരു പ്രതിയോഗി. കാരണം ഇദ്ദേഹമുള്ള വിഷയത്തിൽ എന്ത് ചെയ്യുന്നില്ല? അവൻ സ്വത്രം ഒരു കരുണയും കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2 മേഖലകളിൽ നിന്നും ഇവിടെ അവൻ സ്വത്രം എന്ത് ചെയ്യാം? ഇവിടെ മടുപ്പിക്കുകയാണ്. പ്രൈസല്ലോ. ഇത് പ്രാർത്ഥനാ വിഷയമായിട്ട് കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയെ മുടക്കിക്കളയുവാൻ, ഇല്ലാതാക്കുവാൻ ശത്രു പ്രതിയോഗി പല മേഖലകളിലും തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽ ആത്മനിയോഗത്തിൽ പ്രാർത്ഥിച്ച് അതിനെ വെട്ടുവാൻ പരിശുദ്ധമായ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നും അവൻ ഒരുമിച്ച് കാണുന്നവരായിരിക്കാം, എന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷെ ഒരു ദിവസം പ്രൈസ് ദി ലോർഡ് കൊടുക്കാൻ മറന്നുപോയെങ്കിൽ അവരൊരുക്കോ, എന്നെക്കുറിച്ച് എനിക്ക് ഇന്ന് പ്രൈസ് ദി ലോർഡ് തന്നില്ല, അവൻ അത് മതി. അല്ലെങ്കിൽ എന്നെ നോക്കിയൊന്നും ചിരിച്ചില്ല, എന്നെ നോക്കിയൊന്നും മൈൻഡ് ചെയ്തില്ല, ഇത് മതി നമ്മുടെ പ്രാർത്ഥന മടത്തു പോകാൻ. ഹല്ലേലൂയ. ആര് ചിരിച്ചാലും
ആര് ചിരിച്ചില്ലേലും, ആര് പ്രോത്സാഹനം തന്നാലും തന്നില്ലേലും, ഇന്ന് പകൽ നമ്മുടെ മേൽ പ്രാർത്ഥനയുടെ ആത്മാവിന്റെ അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ അവൻ സ്വത്രം, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പ്രൈസലോ. കാരണം രണ്ട് വ്യക്തികളെ ഇവിടെ കൂട്ടിമുട്ടുന്നു. ഒന്ന് അവളുടെ പ്രതിയോഗി, ഒന്ന് ഇവിടെ ന്യായാധിപൻ. ഇവർ രണ്ടുപേരും അവൻ ജീവിതത്തെ മടുപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇദ്ദേഹം ഒരു തീരുമാനമെടുക്കുക. എന്താ തീരുമാനമെടുക്കണമെന്നറിയാം? അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യരെ ശങ്കയുമില്ലെങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പുറത്ത് പറഞ്ഞില്ല, ശബ്ദം കൂട്ടിയൊന്നുമല്ല പറഞ്ഞു, ഉള്ളം കൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപകൽ നിന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും, അവിടെ വചനം വായിക്കുന്നു, ദീർഘക്ഷമയുള്ളവനായാലും അവനെ പ്രതിക്രിയ നടത്തി അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഓക്കെ, മടുത്തു പോകാതൊരു വിഷയത്തിൽ നിരന്തരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുകയാ? ഈ മനുഷ്യന് ശങ്കയില്ലാത്ത, ദൈവത്തെ പേടിയില്ലാത്ത മനുഷ്യൻ അവൻ ഭയപ്പെട്ടു പോയി. ഇതിനകത്ത് ഞാൻ ആത്മാവിന്റെ ദൂത് പറയുക, ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, നിന്റെ മേലൊരു പ്രാർത്ഥനയുടെ ശക്തമായ ആത്മാവിന്റെ ദൈവകൃപ വ്യാപരിക്കുന്നെങ്കിൽ, ഏത് പ്രതിയോഗിയും അവൻ മുമ്പിൽ മുട്ടുമടക്കുമെന്ന് ആത്മാവ് പറയുക. ഹല്ലേലൂയ. നീ ഒരുപക്ഷെ വിധവയായിരിക്കാം, നിന്റെ പേരിൽ അവൻ ശത്രു ഒരുപക്ഷെ നിന്നെ സഹായിപ്പാൻ ആരുമില്ല, ചോദിക്കാനും പറയുവാൻ ആരുമില്ലെന്ന് പറഞ്ഞ ശത്രു ഒരുപക്ഷെ വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള പ്രാർത്ഥന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിയോഗമുള്ള ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, ഇന്ന് പകൽ അവൻ പട്ടണങ്ങൾ നിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചാലും, ന്യായാധിപന്മാര് വെല്ലുവിളിച്ചാലും, ഈ ലോകത്തിന്റെ അവൻ ശത്രു, ഹല്ലേലൂയ, ഏതെല്ലാം അവൻ ശത്രം അവൻ തലങ്ങൾ വെല്ലുവിളിച്ചാൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇതെല്ലാം നിന്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായി ഇടപെടുകയാ. ഞാൻ ചിന്തിക്കുന്ന, ഒരു വിധവയുടെ മുമ്പിൽ ഇവൻ ഭയപ്പെട്ടു പോയി. കാരണം എന്താണെന്നറിയാം? ഇന്ന് പകൽ ഞാനും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കീഴടങ്ങാത്തതൊന്നുമില്ല നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് പറഞ്ഞു, പാമ്പുകളെയും തേളികളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഇന്ന് പകൽ എത്ര പേര് തിരിച്ചറിയും, കർത്താവ് ഈ പ്രാർത്ഥനയിൽ എന്റെ മേൽ പകർന്നിരിക്കുന്ന പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയൊന്നുമല്ല, ഒരു സൺഡേ സ്കൂളിന്റെ പ്രാർത്ഥനയൊന്നുമല്ല. ഇന്ന് പകൽ എന്റെ മേൽ പകർന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ വരെ അതിശക്തമായ പ്രാർത്ഥനയാ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തെ അവൻ അടച്ചെങ്കിൽ, വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിന്റെ മണ്ഡലം തുറന്നെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥനയുടെ ശക്തി എന്റെ ജനം തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ പട്ടണത്തിന് മേൽ ഒരു ആത്മാവിന്റെ മണ്ഡലം, ഒരു ആത്മീയ മണ്ഡലങ്ങൾ വെളിപ്പെടണം. ഹല്ലേലൂയ. ചെന്നൈ പട്ടണത്തിൽ നാം ആയിരിക്കുന്ന ദേശത്ത് ഇന്ന് പകൽ ആത്മാവിന്റെ ഒരു പരിവർത്തനം ഉണ്ടാകും. ഇന്ന് പകൽ പലരും കീഴടങ്ങും. ചില ന്യായാധിപന്മാർ ശത്രു, ചില അധികാരികൾ ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി വന്ന് മുട്ടുമടക്കും. വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ മേൽ അധികാരം. ഹല്ലേലൂയ. ഒരു ദേശത്തൊരു ദൈവവൈതലുണ്ടെങ്കിൽ, ഒരു ദേശത്തൊരു ദൈവദാസനുണ്ടെങ്കിൽ, ഒരു ദൈവവൈതലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, സ്തോത്രം. ഞാൻ ചിന്തിക്കുന്ന പഞ്ചായത്തിലാണെങ്കിൽ, ആ പഞ്ചായത്ത് മെമ്പറിനേക്കാൾ, പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ അധികാരം നമുക്കാ. അവര് ഈ ലോകത്തിന്റെ നിയമങ്ങൾ വെച്ച് അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അവൻ പറയാതെ അവിടെ ഒന്നും നടക്കത്തില്ല. അവന് മേലെ ദൈവാധികാരം. ഇന്ന് പകൽ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ത്യക്ക്, ഭാരതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഭാരതം ദൈവപ്രവൃത്തിയാ നിറയും, ദൈവിക ശക്തമായ അനുഭവങ്ങൾ നിറയും. നോക്കിയേ, ഈ വിധവ കേവലം ചോദിക്കാനും പറയുവാൻ ആരുമില്ലാത്തൊരു വിധവയുടെ മുമ്പിൽ ഒരു ന്യായാധിപൻ എന്ന് വന്ന് പറയുകയാ. ശത്രു, എനിക്ക് നിന്നെ പേടിയാന്നാ പറഞ്ഞത്, അല്ലെ? ഉള്ളം കൊണ്ട് പറഞ്ഞു, പുറത്ത് പറയാൻ പേടിയാ. പുള്ളി പറയുക, ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും? എന്റെ മുഖത്തടിക്കും. നോക്കിയേ, അവളെക്കാൾ വിദ്യാഭ്യാസമുള്ള, അവളെക്കാൾ ആരോഗ്യമുള്ള, അവളെക്കാൾ ശത്രം, ആ പട്ടണത്തിന്റെ ന്യായകർത്താവ് കിടുകിട വിറയ്ക്കുന്നെങ്കിൽ, ദൈവാത്മാവിൽ ഇന്നൊരു പകൽ ദൂത് പറയാ, പ്രാർത്ഥിക്കുന്ന മുമ്പിൽ ചിലർ വിറയ്ക്കും, ശത്രു വിറയ്ക്കും, നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ശത്രു, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ടോടി പോകുമെന്ന ദൈവവചനം എഴുതി വെച്ചിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പ്രാർത്ഥനയുടെ ശക്തി ബലപ്പെടട്ടെ. ഹല്ലേലൂയ.
സ്തോത്രം. ഞാൻ അതിൻ്റെ അകത്ത് ഒരു ദൂതും കൂടെ കയറ്റി പറയാം, അവൻ കയറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഒറ്റ ശബ്ദത്തിൽ പ്രാർത്ഥിച്ചപ്പോ അവന് സ്വർഗമടഞ്ഞു. വീണ്ടും പറയാ, നീ കർമ്മയിലേക്ക് കയറ്. ഏലിയാവിനോട്, ഏലിയാവെ നീ കർമ്മയിലേക്ക് കയറ്. തളർന്നു കിടക്കുക അവിടെ, അപ്പുറം തളർന്നു കിടപ്പുണ്ടായിരുന്നു. അവൻ സ്തോത്രം ആ സ്ത്രീയുടെ വാക്കൊക്കെ കേട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ സ്തോത്രം ചൂടുള്ള അടയും, അവൻ സ്തോത്രം ഒരു തുരുത്തി വെള്ളമൊക്കെ കൊടുത്തിട്ട് പറയുക. അവൻ സ്തോത്രം വീണ്ടും എന്തോ ദൈവപ്രവൃത്തിക്കായി അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യം ദൈവാത്മാവ് പറയുക, പ്രാർത്ഥനയ്ക്ക് നീ മലയെ കയറാൻ പറഞ്ഞു. അവിടെ പ്രാർത്ഥിക്കുക. ആ തന്റെ ദാസനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവൻ സ്തോത്രം ആ ഭൃത്യനോട് പറഞ്ഞു, നീ പോയി നോക്കുക, കടലില് നോക്കുക. 7 പ്രാവശ്യവും പോയി. അത് പറഞ്ഞു, ഒന്നും ഞാൻ കാണുന്നില്ല. അടുത്ത പ്രാവശ്യം അവരെ വീണ്ടും തിരിച്ചയക്കുമ്പോൾ മനുഷ്യന്റെ കൈ പോലൊരു മേഘം ആ കടലിന്റെ മേധ ഉയരുന്ന് ഞാൻ കാണുന്നു പറയുമ്പോൾ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, അവൻ ഹല്ലേലൂയ ഏലിയാവിനോട് പരിശുദ്ധമായ അടുത്തൊരു ദൂത് കൊടുക്കുന്നു. അവനോട് പറയാ, മഴ നിന്നെ തടക്കാതിരിക്കേണ്ടതിന് നീ രഥം പൊട്ടിപ്പോയിക്കൊള്ളുക. ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്, ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനോട് ദൈവാത്മാവ് അരുൾപ്പാട് കൊടുക്കും. പ്രാർത്ഥിക്കുന്നവനോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടും. ഹല്ലേലൂയ. അത് തെറ്റായ അവൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൂതൊന്നുമല്ല കൊടുക്കുന്നത്, ക്ലിയർ ആയിട്ടൊരു ദൂതാ കൊടുക്കുന്നത്. ഒരു മഴ വരുന്നു, ഒരു മഴ വന്നു. 3.5 വർഷമായിട്ട് ദേശത്ത് മഴ പെയ്യുന്നില്ല. ദേശത്ത് അവൻ സ്തോത്രം ഹല്ലേലൂയ വെള്ളമില്ല. ദേശത്തിന്റെ കാർഷിക മേഖലയെല്ലാം തകർന്നടിഞ്ഞു കിടക്കുകയാ. അവൻ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അവൻ അവിടെ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് കർത്താവ് അവിടെ നിറയ്ക്കുകയാണ്. എന്നാൽ ഏലിയാവിനോട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടൊരു ദൈവീയതോന്നുണ്ട്. ആരമുറക്കുക, അവൻ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ എത്തും വരെ നിന്നെ ഞാൻ ആഹാബിന്റെ രഥത്തിന് മുൻപാകെ ഞാൻ നിന്നെ ഓടിക്കും. ഹല്ലേലൂയ. അവൻ അടുത്ത ക്ഷണത്തിൽ അവിടെ ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു. ക്ഷണത്തിൽ ആകാശം മേഘം കൊണ്ട് കറുത്തു. അവൻ സ്തോത്രം വൻമഴ ചൊരിഞ്ഞെഴുന്നേൽക്കുക. ഏലിയാവ് അവൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അവന്റെ മേൽ വന്നപ്പോൾ അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആത്മാവിന്റെ ശക്തിയോട് ഓടിപ്പിച്ചു. ഇന്നൊരു ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ ബഹുദൂരം ഓടിക്കുന്ന അവൻ സ്തോത്രം തലങ്ങളുണ്ടെന്ന് പരിശുദ്ധമായ ദൂത് പറയുകയാ. പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുള്ളൂ. പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്ക് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഇറങ്ങിത്തിരിപ്പാൻ കഴിയുള്ളൂ. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിന് മാത്രമേ ദൈവത്തിന്റെ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഈ ദിവസങ്ങൾ അവൻ സ്തോത്രം പ്രാർത്ഥിക്കുന്ന എന്റെ ജനത്തോട് ആത്മാവ് ദൂത് പറയുക, ഒരു വലിയൊരു ഓട്ടമുണ്ട്. ഹല്ലേലൂയ. അവൻ സ്തോത്രം രാജ്യങ്ങൾ കീഴടക്കുവാൻ. ഹല്ലേലൂയ. അവൻ സ്തോത്രം പരിശുദ്ധമാം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിലും ശമരിയിലും യഹൂദയുടെ അവൻ സ്തോത്രം എല്ലാ ഭൂമിയുടെ എല്ലായിടത്തും എന്റെ സാക്ഷികളാകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചെങ്കിൽ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഒരുപക്ഷെ പ്രതിയോഗി എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ശാരീരികമായിരിക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, ശാരീരികമായിരിക്കുന്ന പല അസ്വസ്ഥകൾ ഉണ്ടായിരിക്കാം. ഏത് വിധനെങ്കിലും പ്രതിയോഗികൾ വെല്ലുവിളിച്ച് നമ്മുടെ പ്രാർത്ഥനയെ മുടക്കുവാൻ അവൻ സ്ഥലങ്ങളിടുമ്പോൾ ഇന്ന് പകൽ ഓർത്തുകൊള്ളുക, അവൻ പ്രാർത്ഥന മുടങ്ങി പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവത്തിന് അല്പ നിമിഷം ദൈവത്തിന്റെ കണ്ണുകൾ അടച്ചാട്ടെ. ദിവസങ്ങളിൽ അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ചില പ്രവൃത്തികൾ നമ്മുടെ മേൽ വരും. ശാരീരിക കർത്താവ് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കുക? ഗെത്സമനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വീണ് കിടന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കരയുമേല കർത്താവേ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്ന് പറഞ്ഞ് അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അടുത്ത പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത്, അല്ല എന്റെ അവൻ സ്വത്രം ഇഷ്ടമല്ല, അവൻ എന്റെ ഹിതമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അവിടെ പറഞ്ഞ അവൻ കവിണ് വീണു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഞാൻ മുടക്കത്തില്ല. ഈ ഗെത്സമനയിൽ അന്ന് രാത്രി പ്രാർത്ഥന മുടങ്ങിയിൽ കർത്താവിനറിയാൻ തോറ്റുപോകും. അവിടെ 3 പേര് അപ്പുറം കിടന്നുറങ്ങുന്നുണ്ട്. പത്രോസ്, യോഹന്നാനും യാക്കോബും കിടന്നുറങ്ങുകയാ. അവൻ ഹല്ലേലൂയ ഒരല്പസമയം എന്നോട് ഒപ്പം എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ അവൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയാ, പ്രാർത്ഥനയിൽ തോറ്റുപോകാതെ കവിണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ദൈവാത്മാവ് പറഞ്ഞു, ഏത് വിധനെങ്കിലും അവന് പ്രാർത്ഥിച്ച് ജയമെടുക്കുക. ദിവസങ്ങൾ ശക്തമാകണം. നാം പ്രാർത്ഥനയിൽ തോറ്റുപോയാൽ ശത്രു ജയിക്കും. നാം പ്രാർത്ഥനയിൽ അവൻ ശത്രു ജയിച്ചാൽ ശത്രു പരാജയപ്പെടും. ഒന്ന് സമർപ്പിച്ച്, കർത്താവെ പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു അധിക ബലം നൽകണം, പ്രാർത്ഥിക്കാൻ എനിക്കൊരു ദൈവകൃപയുടെ ശക്തി എന്റെ മേൽ പകരണമെന്നൊന്ന് പ്രാർത്ഥിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവന് ദൈവാത്മാവ് വലിയ അവൻ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. ഹല്ലേലൂയ. അവന് രാജ്യങ്ങളുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി ചെയ്യുവാനുണ്ടെന്ന് പകൽ ദൈവാത്മാവ് പറയുക. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഊഢാരാമന ശാന്തര ജഗൽക്കമാന വൈശസിയ ആമനാമന
ഒരു ഗ്രൂപ്പ് അല്ല, ഗ്രൂപ്പ് ഹല്ലേലൂയ. പലയിടങ്ങളിൽ പ്രാർത്ഥന ഗ്രൂപ്പുകൾ ആരംഭിക്കുന്നത് പോലെ, പലയിടങ്ങളിൽ പ്രാർത്ഥന ഹല്ലേലൂയ സെല്ലുകൾ ആരംഭിക്കുന്നത് പോലെ ദിവസങ്ങൾ ആരംഭിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതായി ഒന്ന് ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. മൂന്നര വർഷം ഹല്ലേലൂയ സ്വത്രം മഴ കാണാത്ത ദേശം മഴ കണ്ടു. ഹല്ലേലൂയ. കാരണം പ്രാർത്ഥിക്കുന്ന ഒരുവൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു ഉണർവ് കാണാത്ത സ്വത്രം ഇതുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും നമ്മുടെ ദേശം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നമ്മുടെ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരാത്മാവിന്റെ പ്രവൃത്തി കാണണമെങ്കിൽ മുഴങ്കാൽ മടക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കർത്താവേ കൃപ നൽകണം. ഒരുപക്ഷെ പ്രാർത്ഥന മടുപ്പിക്കുവാൻ, അതിനില്ലാതാക്കുവാൻ പ്രതിയോഗി പല മേഖലകളിലും പ്രത്യക്ഷമായി പരോക്ഷമായി ആത്മീയ സാമ്പത്തികമോ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മെ ഇത് പുറകോട്ട് പിടിച്ചു വരുത്തതെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു അതിനെ പൊട്ടിച്ച് മുൻപോട്ട് കൊണ്ടുവരുന്നു. ഒരു വലിയ നിയോഗം വെളിപ്പെട്ട കർത്താവെ അങ്ങയുടെ ദാസനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും എല്ലാം ദൈവജനത്തിന് കർത്താവ് സൗഖ്യം കർത്താവ് കൊടുക്കണമേ. ഉടവനിയ വൈഷപ്രഭുതവയാനകൽക്കമൻ എല്ലാവരും ഒരു നിമിഷം സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. റബാബ ശാന്തരാജകൽക്കമാന വൈശസി അരദനയ റീബനാഥ രാജക ശംഭവ രഗജഗസ്മന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവാത്മാവ് ആമൻ കരങ്ങൾ എടുക്കുന്ന ദിനങ്ങൾ എന്ന് ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഉടവനിയ റഗൽക്കമന ചില പട്ടണങ്ങളെ നേടുവാൻ ദൈവാത്മാവ് നമുക്ക് ചില പ്രത്യേക അധികാരം നൽകുകയാ. ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ പരിശുദ്ധമായ ചില നിയോഗങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലെ ഇടുകയാ. എല്ലാവരും അന്യഭാഷയിൽ അല്പസമയം ഒന്ന് ആരാധിച്ചാട്ടെ. ആത്മാവിന്റെ നിയോഗത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് കഴിവില്ല എന്ന് നീ പറയരുത്. ഞാൻ ബലഹീനയാണെന്ന് നീ പറയരുത്. ഇന്ന് പകൽ അവൻ എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് പറയരുത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ നിന്നെ മേൽ ദൈവത്തിന്റെ ഒരു ശക്തമായ ഒരു ദൈവ പ്രവൃത്തി ഉണ്ട്. ഹല്ലേലൂയ. അടമനിയ റബൽക്കമന വൈശസിയ. എന്റെ കാര്യങ്ങൾ അവൻ ഹല്ലേലൂയ ആര് നടത്തി തരുമെന്ന് അവൻ സ്വത്തിൽ ഒരുപക്ഷെ നീ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കാര്യം നടത്തുവാൻ ലോകത്തിൽ ആരും വേണ്ട. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് ദൈവാത്മാവ് പറയുകയാ. ചൂടാമന വൈശസ്മനാദര. ജീവിതത്തിൽ മടുത്തുപോയ ചില മണ്ഡലങ്ങളുണ്ട്. ദിവസങ്ങൾ തിരിച്ചു പിടിക്കുവാൻ ദൈവാത്മാവ് പറയുകയാ. എവിടേക്കോ അവൻ സ്വത്രം പ്രാർത്ഥനകൾ കുറഞ്ഞുപോയ അനുഭവങ്ങൾ ദൈവാത്മാവ് ഇന്ന് പകൽ അവൻ ഓർമ്മപ്പെടുത്തുകയാ. അപ്പാ ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഉടമനിയ വൈശസ്മനാഥ രാജകസിയ. പലപ്പോഴും പ്രതിയോഗിക്കണ്ട നീ മനമെടുക്കുകയാ. പ്രതിയോഗിക്കണ്ട പലപ്പോഴും നീ അവൻ ഹല്ലേലൂയ അവനാലിൽ നീരസപ്പെട്ടു പോവുകയാ. പലപ്പോഴും അവൻ മനംപെടുത്ത് പലപ്പോഴും ഇനി എന്തിനെന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ മുമ്പിൽ ദൈവാത്മാവ് പറയുന്ന ഹല്ലേലൂയ ദിവസങ്ങളിൽ ആ വിധവ എന്നതുപോലെ അവൻ സ്വത്രം മടുക്കാതെ ദൈവത്തിന്റെ മുൻപിൽ നിൽനാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എത്ര വലിയവനാണെങ്കിലും, എത്ര ശക്തിയുള്ളവനാണെങ്കിലും, എത്ര അനുഭവ സമ്പത്തുള്ളവനാണെങ്കിലും ഇന്ന് പകലാവൻ സ്വത്രം നിന്നെ അവൻ ഭയപ്പെടുന്ന ഒരു ദിനമുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. പട്ടണത്തിന്റെ ചില വെല്ലുവിളികള് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാ. ദേശത്തിന്റെ ചില വെല്ലുവിളികള് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. അടമനിയ ശാന്തര ജഗൽഖമന. ആമൻ ഇന്ന് പകൽ ദൈവജനത്തിന് മേൽ ആമൻ ദൈവാത്മാവ് ചില ഭാഷകൾ അതിന്റെ തലങ്ങൾ ദൈവാത്മാവ് പകരുക. പരിശുദ്ധാത്മാവിന്റെ ചില നിറവുകൾ ഇന്ന് പകൽ ദൈവാത്മാവ് പകരുകയാ. യേശുവിന്റെ നാമത്തിൽ ചൂടാറാവാവ ശാന്തര ജഗൽഖവാന അർദ്ധിനി റഗൽഖമന വൈശസ്മനാദര ജഗൽഖമാന അധുര വചന പ്രൗഷസ്മനാദരാജക. യേശുവിന്റെ നാമത്തിൽ ആമൻ ആമൻ ആമൻ. പത്രോസിന്റെ നാവിൽ അവൻ പകർന്ന അധികാരം പോലെ ചില അധികാരത്തിന്റെ വചനങ്ങൾ ദൈവാത്മാവ് തരികയാ. 45-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്ന പോലെ ഹല്ലേലൂയ. എന്റെ നാവ് സമർത്ഥനായ ലേഖകൻ എടുത്തുപോലെ. ഹല്ലേലൂയ. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദയം എന്റെ രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. അവൻ ഇന്ന് പകൽ അവൻ സ്വത്രം ഇന്ന് പകൽ ചിലത് എഴുതുവാൻ ദൈവാത്മാവിന്റെ നിയോഗം നിന്റെ മേൽ ദൈവാത്മാവ് നൽകുകയാ. അവൻ ഹല്ലേലൂയ. പരിശുദ്ധമാവ് അങ്ങനെയുള്ള ചില ദൈവിക ചിന്തകൾ ദൈവാത്മാവ് ഇട്ട് തരുന്നെന്ന് ദൈവാത്മാവ് പറയുകയാ. അടരനഘടക ഷൈഡൽ കമനവശസിയ. പത്മോസിന്റെ അനുഭവത്തിലാണെങ്കിൽ ഇന്ന് പകൽ അവൻ സ്വത്രം ആത്മവിശനായ ആത്മാവിന്റെ
സാന്നിധ്യത്തിലേക്ക് പോയ യോഹന്നാൻ അപ്പോസ്തലനെ വരും കാര്യങ്ങളിൽ കാണിക്കേണ്ടതിന്, ആമൻ സ്തോത്രം, തന്റെ ധനത്തിന് പ്രതിഷ്ഠിപ്പിക്കേണ്ടതിന് 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ദൈവിക ദൂതന്റെ ആടങ്ങൾ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, ദിവസങ്ങളിൽ ആമൻ സ്തോത്രം പത്മോസിലാണെങ്കിൽ, അടയ്ക്കപ്പെട്ട മേഖലയിലാണെങ്കിൽ, ഇന്ന് പകൽ ആമൻ സ്തോത്രം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭക്തനോട് ദൈവാത്മാവ് പറയുക, ദിവസങ്ങളിൽ നിനക്ക് ചിലത് എഴുതുവാനുണ്ട്, നിനക്ക് ചിലത് കുറിച്ചു വയ്ക്കുവാനുണ്ട്. ഹല്ലേലൂയ. ചില ദൈവപ്രവൃത്തിയായി അവൻ മുൻനിരയിലേക്ക് വരേണ്ടതുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. റോദൂരുവി ശാന്തരി റിഗസ്മനാദര വൈഡുകൾ ഖമാനവൈ ശാന്തരാജകൾ ഖമനവൈശ്വസിയ. ഹല്ലേലൂയ. ആത്മാവിന്റെ ചില നിയോഗങ്ങൾ വെളിപ്പെടുന്ന പകലെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗുഡവനവൈശ്വസ്മനാദര. ഒരു ശത്രുവിനും ഒരു പ്രതിയോഗിക്കും അവൻ ഒരു മേഖലയും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ ഒതുക്കുവാൻ പറ്റത്തില്ല. ഒരു പ്രതിയോഗിക്കും നമ്മളെ വെല്ലുവിളിച്ച് നിർത്തുവാൻ കഴിയില്ല. ഇന്ന് പകൽ അവൻ സ്തോത്രം അതിന്മേൽ കവിയുന്നൊരു അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അതിനായി കർത്താവിന്റെ കൃപ നമ്മുടെ പകരട്ടെ. കർത്താവ് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവ് നേതൃത്വം കൊടുക്കുന്ന അങ്ങനെ ദാസനായ കുടുംബത്തിനായി ഈ മീറ്റിംഗിൽ സംഭവിച്ച എല്ലാ പ്രിയപ്പെട്ടവരും നാഥന്റെ കരകളിലേക്ക് മുറ്റുമായി ഏൽപ്പിക്കുന്നു. എല്ലാ മാനോമുഖത്വം കർത്താവിന്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് പിതാവേ നന്ദി. യേശു കർത്താവിന്റെ പൊന്നുനാമത്തിൽ തന്നെ.